സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹറാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ന് പറയുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട, അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. അത് വഴിയേ അറിഞ്ഞോളൂ. കാരണം ഇവൻ അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടാമെടുത്ത് പറഞ്ഞു അപരാധിച്ച പോലെ. നീ ഇപ്പൊ എന്താ പറഞ്ഞു? അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പൊ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ. ഇതൊക്കെ സർവ്വസാധാരണ. എനിക്ക് പ്രൊഡക്ഷൻ വണ്ടി എന്നിട്ട് ഇവിടുന്ന് വിളിച്ചു ചോദിക്കും മറ്റവൻ വന്ന അപ്പൊ അവിടുന്ന് ആ വന്നെന്ന് പറഞ്ഞാൽ വരും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്നിട്ട് വന്നിട്ട് അനുപെട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി അറിയാം. ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. ഉച്ചവരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട്. പണിയെടുക്കുന്നതിലുപരി പണിയെടുക്കുന്നു മറ്റുള്ളവരെ കാണിക്കുന്നതിലാണ് കാര്യം. അപ്പൊ നമുക്ക് അന്നേ അറിയാം ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല. കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജാണ്. ആ കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.